ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. ആരോഗ്യകരമായ സമൂഹം സൃഷ്ടിക്കുന്നതിൽ ഡോക്ടർമാർക്കും ഗവേഷകർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആരോഗ്യകരമായ ജീവിതശൈലിയും മികച്ച കൃഷിരീതിയും അവലംബിക്കുന്നതിന് കാർഷിക പരിസ്ഥിതി വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഗവേഷണം നടത്താൻ എയിംസ് ഡോക്ടർമാരോട് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. പഞ്ചാബിലെ ബെതിൻഡയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ കോൺവൊക്കേഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. മൌറീഷ്യസ് സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ധരംബീർ ഗോഖലുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ പോർട്ട് ലൂയിസിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ മോദി നാളെ നടക്കുന്ന മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതികാനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. തുടർഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 1 നിന്നും 3 മില്യൺ TEU ഉയരുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനത്തിനായി ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയായിരിക്കുമെന്ന് തുറമുഖ കമ്പനി അറിയിച്ചു. സ്വകാര്യ ഭൂമി ഇതിനായി ഏറ്റെടുക്കില്ല. കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ 77 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഡ്രഡ്ജിംഗിലൂടെ കടൽ നികത്തി കണ്ടെത്തുക. ജേഡ് സർവീസിന്റെ ഭാഗമായുള്ള 2ാമത്തെ മദർഷിപ്പ് MSC മിർജം ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേർന്നിരുന്നു. സർവകലാശാല ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംസ്ഥാനങ്ങളുടെ അവകാശം ഇല്ലാതാക്കുന്നതാണ് കരട് UGC ചട്ടങ്ങളെന്ന് മന്ത്രി ആർ ബിന്ദു. കരട് UGC ചട്ടങ്ങൾ 2025 എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വൈസ് ചാൻസലർ നിയമമടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നതാണ് നിലവിലെ നിർദ്ദേശങ്ങളെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് ജനുവരി മാസത്തിലെ ഓണറേറിയം വിതരണം ചെയ്യുന്നതിന് 18,63 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. 13,453 പാചക തൊഴിലാളികൾക്കാണ് ഓണറേറിയം ലഭിക്കുക. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി 2025 ജനുവരി മാസത്തിൽ മുട്ടയും പാലും വിതരണം ചെയ്ത ഇനത്തിൽ 22,66 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. ഇടുക്കി പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദമായ അന്വേഷണത്തിനായി 15 പേരടങ്ങുന്ന റവന്യൂ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ ടേംസ് ഓഫ് റഫറൻസും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സജ്ജീകരിച്ച എയറോഡ്രം കമ്മിറ്റി കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. അത്യാഹിത സാഹചര്യങ്ങൾ നേരിടാനുള്ള ആധുനിക സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എയർക്രാഫ്റ്റ് ഹൈജാക്ക് സാഹചര്യങ്ങൾ നേരിടാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 12 വിമാനത്താവളങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. തായ്ലൻഡ്, മ്യാൻമാർ, ലാവോസ്, കംബോഡിയ അതിർത്തിയിലെ കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിൾ പ്രദേശത്ത് തൊഴിൽ തട്ടിപ്പിനും മനുഷ്യക്കടത്തിനും ഇരയായി കുടുങ്ങിയ 8 മലയാളികൾ ഉൾപ്പെടെ 283 ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിച്ചു. ഇന്ത്യൻ വ്യോമസേന വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചവരിൽ മലയാളികളായ 8 പേരെ നോർക്ക റൂട്ട്സ് ഇടപെട്ട് നാട്ടിലെത്തിക്കും. നിലമ്പൂർ താലൂക്കിലെ 27 കിലോമീറ്റർ സ്ഥലത്ത് സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നതിന് കൃഷിവകുപ്പും വനം വകുപ്പും സംയുക്ത ധാരണയായി. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം സ്വകാര്യ കൃഷിയിടങ്ങളിൽ കൃഷിനാശം തടയുന്നതിനാണ് നടപടി. കൊല്ലം കൊട്ടിയത്ത് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തി. 100ഓളം സിലിണ്ടറുകൾ ഇവിടെ നിന്നും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ആയിരക്കണക്കിന് സിലിണ്ടറുകൾ നിറച്ചതിന്റെ തെളിവുകളും കണ്ടെത്തി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റുകയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. നാളെ ഉച്ചമുതൽ പൊങ്കാല ദിവസമായ മറ്റന്നാൾ രാത്രി 8 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഭക്തർക്കായി KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസുകളും നടത്തും. പൊങ്കാലയോടനുബന്ധിച്ച് സംസ്ഥാന ആരോഗ്യവകുപ്പ് വിപുലമായ സേവനങ്ങൾ സജ്ജമാക്കി വരുന്നതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് മാർഗ്ഗദീപം പദ്ധതിയുടെ വരുമാന പരിധി 2.5 ലക്ഷമാക്കി ഉയർത്തി. നേരത്തെ മാർഗ്ഗദീപം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയായിരുന്നു. മാർഗ്ഗദീപത്തിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.